അങ്ങനെയൊക്കെ കാണിക്കും പാറു. പല്ല് പോടി. അവനും വരുന്നുണ്ട്. അവൻ ഐ ഷാഡോ ബോക്സ് ആണ് ഇന്ന് പാറുവിന്റെ കയ്യിൽ ഇരിക്കുന്നത്. ചിറ്റയുടെ ആണ് കേട്ടോ. ചിറ്റയുടെ നിശ്ചയത്തിന്റെ ആണ് ഐ ഷാഡോ ബോക്സ്. അത് എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ്. അപ്പൊ പാറു കാണിച്ചു തരും അല്ലേ? നോക്കട്ടെ. പല കളറുണ്ട്. കണ്ണാടി ഉണ്ട് അല്ലേ? നോക്കട്ടെ. ഇങ്ങോട്ട് വാ കണ്ണ മോനെ. കണ്ട ഇങ്ങനെ വെച്ച പാറുവിനെ കാണാൻ പറ്റുന്നു. ചെരുപ്പ് അവിടെ ഉണ്ട് പൊന്നോ. എനിക്ക് ചെരുപ്പില്ലാണ്ടെങ്കിൽ പോരെ. കാണിച്ചു കൊടുത്തേ. ഓരോരോ കളർ കയ്യിൽ പുരട്ടി കാണിച്ചു കൊടുത്തേ. അതെന്ത് കളറാ? റോസ്. ചെറിയൊരു റോസിന്റെ ടിന്റ് ഉണ്ടല്ലേ? കാപ്പി കുറച്ച് മെറൂൺ എന്ന് പറയാലേ. എല്ലാം ഒരേപോലത്തെ തന്നെ കളറ് പറയുന്നില്ല ഗൈസ്, കാരണം മനസ്സിലാവണില്ല അല്ലേ പാറു? ഓക്കെ. പാറുവിന് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐ ഷാഡോ ഏതാണ്? അത് രണ്ടും ആണോ? എങ്കിൽ അത് രണ്ടിലും ഒരെണ്ണം പാറിന്റെ കണ്ണിലിട്ട് കാണിച്ചേട്ടെ അമ്മ. നേരാ രണ്ടും ഇട്ട് എടുത്തോ. എടുക്കാട്ടെ. പാറിന്റെ കണ്ണിങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കിയാൽ നല്ല എല്ലാവർക്കും കാണാൻ പറ്റും. ഇതല്ലേ പാറുവിന് ഇഷ്ടമായി. ഗിൽറ്റി ഐ ഷാഡോ ആണ് ഗൈസ്. ഗിൽറ്റി ഐ ഷാഡോ കണ്ടോ? നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. ഇത് ഗിൽറ്റി ആയിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ഇതല്ലേ പിന്നെ ഇഷ്ടമായത്? പിന്നെ ഇഷ്ടമായത് പാറുവിന് ഇതാണ്. കുട്ടികൾക്ക് ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയുള്ള ഐ ഷാഡോസ് ആണല്ലോ ഇഷ്ടം. പക്ഷെ ഇത് അങ്ങനെ ഇടാൻ പറ്റുമോ? രണ്ട് കാണിച്ചു. തമ്മിലുള്ള വ്യത്യാസം കണ്ട. നോക്കട്ടെ. അതിലേലും നല്ലത് സാധാരണ ഐ ഷാഡോ ആണ് കേട്ടോ ഗൈസ്. കാണിച്ചു കൊടുക്ക്. കാണിച്ചു കൊടുക്ക്. പറഞ്ഞ അത് രണ്ടാണ് ഇഷ്ടപ്പെട്ട. അപ്പൊ കൂട്ടുകാരുടെ വീട്ടിൽ ഇതുപോലെ ഐ ഷാഡോ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് പറയണോട്ടോ. അത് എടുത്ത് കളയല്ലേ. കണ്ട ഇനി പാറുവിന് അതെടുത്ത് കളയണ്ട. അടച്ചു വെച്ചേക്ക്. ഇവിടെ തന്നെ ഇതിന്റെ ഓരോന്നിന്റെ പേര് എഴുതിയിട്ടുണ്ടല്ലേ? യെസ്. അപ്പൊ ഇത് പാറുവിന്റെ ചിറ്റ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചേക്കണം കേട്ടോ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഐ ഷാഡോസ് ഒക്കെ കിട്ടും. അപ്പോൾ അത് നല്ലതൊക്കെ മേടിച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സമ്മതപ്രകാരം നിങ്ങളൊന്ന് അല്ലേ പാറുവിനെ പോലെ സുന്ദരികളായിക്കോ അല്ലേ? ഐ ഷാഡോ ഒന്നും വേണ്ട അല്ലേ സുന്ദരി ആവാനായിട്ട്. എന്നാലും പിള്ളേർക്ക് ഒരു സന്തോഷമല്ലേ ഇതൊക്കെ അല്ലേ പാറിന് ഇഷ്ടമായത്? ഓക്കെ. ഇനി നമുക്ക് ഒരു കാര്യം കാണിച്ചു കൊടുക്കാം. ലിജോ ആൻറ്റിയുടെ പൂന്തോട്ടം കാണിച്ചു കൊടുക്കാം അല്ലേ? പൂന്തോട്ടമല്ല, ഇലച്ചെടികളാണ് ലിജോ ആൻറ്റികൾക്ക് കൂടുതലായിട്ടുള്ളത്. ബിഗോണിയൊക്കെ ഉള്ള ലിജോ ആൻറ്റിയുടെ കയ്യില്. ഇതിന്റെ ഒന്നും പേര് നമുക്ക് അറിഞ്ഞൂടല്ലേ പാറു? ലിജോ ആൻറ്റിക്ക് അറിയുള്ളൂ. ഇപ്പുറത്തുണ്ട്. അതെ ലിജാന്റെ അടുത്ത് ചോദിച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യാ, കമന്റ് ചെയ്യാ. അതെനിക്കറിയാം. യൂഫോബിയ അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പൂട്ടേക്കണേ ഉള്ളു എനിക്ക് അറിഞ്ഞൂടാ. കണ്ണമോനെ നോക്കട്ടെ കേട്ടാ. കണ്ണമോനെ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. കണ്ണമോനെ കണ്ടോ ഗൈസ്? കണ്ണമോൻ വഴക്കിട്ടിരിക്കുകയാണല്ലേ ഗൈസ്. കണ്ണമോന്റെ ഒരു ചെരുപ്പ് കാണാനില്ല. എടാ 2 ചെരുപ്പ് ഉണ്ടടാ. ഏടാ അതിന്റെ ഉള്ളിലുണ്ട് 2 ചെരുപ്പ്. അങ്ങനെ അത് കൊണ്ടുപോയി വെച്ചേക്കാ ബോക്സ്. എവിടെയെങ്കിലും പോകുമ്പോ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടാ. വേണ്ട, എന്റെ ബോക്സിൽ വെക്കണ്ട. അത് എന്റെ അടുത്ത് എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ നശിപ്പിക്കും ഗൈസ്. പാറു അത് എടുത്തു വെക്കാൻ പോയപ്പോഴാണ് ദേടാ കുറച്ച് കട്ടുറുമ്പ് കുഞ്ഞന്മാരെ കാണണേ. അങ്ങനെ അതിട്ടിങ്ങളെയും വീഡിയോയിൽ പകർത്തി. ഈ ഉറുമ്പ് എന്നിട്ടാന്നറിയോ? എന്തുറുമ്പാ? തട്ടുറുമ്പാ? കട്ടുറുമ്പല്ലാതെ പുളിയുറുമ്പ്.
ഇതാണ് പുളിയുറുമ്പ് കേട്ടാ. ഇതിനകത്ത് പുലിയുറുമ്പ്. ആ പുളിയുറുമ്പുണ്ട് ഇവിടെ. പറ്റി കണ്ണൻ്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ളൂ ഗൈസ്. അതാണ് ഇങ്ങനെ ഇരിക്കണേ അല്ലേ കണ്ണ മോനെ? കട്ടുറുമ്പല്ല, അത് പുളിയുറുമ്പാണ് പൊന്നു. ചിത്രശലഭ കണ്ട കോൽത്തുമ്പിനെ കണ്ട പറന്നു പോയല്ലേ അത്. കോൽത്തുമ്പി പറന്നു പോണല്ലേ. അതിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കൂലടാ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. പാറ കണ്ടോ ഗൈസ് തേങ്ങാപ്പൂളും കടിച്ചു വന്നത്? കടിച്ച് അങ്ങനെ പല്ല് പോവും പാറുണ്ട് കേട്ടാ. കണ്ട ആ ചിരട്ടേന്ന് കടിച്ച് പറിച്ചെടുക്കുകയാണെന്ന് കാണിച്ചു കൊടുത്തേ. ആ അങ്ങനെയൊക്കെ കാണിക്കും പാറു. പല്ല് പോവൂടി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവനും വരുന്നുണ്ട്.